കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണോ? സോ ഏറ്റവും കൂടുതൽ നിരപരാധികളെ കൊന്ന ഏറ്റവും കൂടുതൽ നിരപരാധികളെ കൊന്ന ഒരു മതത്തെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ, രാഷ്ട്രത്തെക്കുറിച്ച് പറഞ്ഞ പറ. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണോ? സോവിയറ്റ് റഷ്യയാണോ? സാമ്രാജ്യത്വ ശക്തികളാണോ? യൂറോപ്യന്മാരാണോ? പറ. ഒന്നാം ലോകവും യുദ്ധകാലത്തൊക്കെ കോടിക്കണക്കിന് മനുഷ്യരെ കൊന്ന ആളുകളുടെ പേരൊന്ന് പറ. ആരാണ് അതിന് നേതൃത്വം കൊടുത്തത്? ഏറ്റവും ക്രൂരം യുക്തി നിരീശ്വരവാദികളാണോ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നത്? അതല്ല കമ്മ്യൂണിസ്റ്റുകാരാണോ? അതല്ല സാമ്രാജ്യത്വ ശക്തികളാണോ? അതല്ല യൂറോപ്യന്മാരാണോ? അതല്ല അമേരിക്കയാണോ എന്നാണ് എൻ്റെ ചോദ്യം. ഏറ്റവും ക്രൂരമായി മനുഷ്യരെ കൊന്ന ആളുകൾ ആരാണ്? പറ. നമ്മൾ ഇപ്പോഴുള്ള ചരിത്രം എടുത്ത് പരിശോധിക്കാറ്, അടുത്ത കാലത്തുള്ള വരുമ്പോ അങ്ങോട്ടല്ല. ബൈബിളും ഖുർആനൊന്നും നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളൊരു യുക്തി നിരീശ്വരവാദിയാണല്ലോ. അപ്പോ ബൈബിളും ഖുർആനൊന്നും നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളൊരു യുക്തി നിരീശ്വരവാദിയാണല്ലോ. അപ്പോ കൊല്ലണ കാര്യം വരുമ്പോൾ അങ്ങോട്ടല്ലല്ലോ നിങ്ങൾ പോകേണ്ടത്. ഇവിടെ നിലവിൽ ചരിത്രം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അതവിടെ മാറ്റി വെക്കുക. സ്കൂളുകളിലും അതുപോലെ കോളേജുകളിലും വലിയ വലിയ യൂണിവേഴ്സിറ്റികളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ബൈബിളിലെ കഥയും ഖുർആനിലെ കഥയും അവിടെ വെക്കട്ടെ. നിങ്ങൾ എന്തായാലും അത് വിശ്വസിക്കുന്നില്ല, അത് വിശ്വാസികൾക്കുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന കുറെ ചരിത്രങ്ങളുണ്ടല്ലോ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന. അതിലേറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നത് നിരീശ്വരവാദ രാഷ്ട്രങ്ങളാണോ? കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണോ? സോവിയറ്റ് റഷ്യ ആണോ? അതല്ല യൂറോപ്യന്മാരാണോ? അതല്ല ബ്രിട്ടനാണോ? അമേരിക്കയാണോ? പറ. ആണല്ലോ അല്ലെ? ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്ന ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എല്ലാ കൊലകളും നീചമാണ്. അത് കമ്മ്യൂണിസ്റ്റുകാർ കൊന്ന ചരിത്രമാണെങ്കിലും, അതുപോലെ തന്നെ പിന്നെ നിരീശ്വരവാദ യുക്തി രാജ്യങ്ങളെ വിശ്വസിക്കുന്ന ആളുകൾ കൊന്ന ചരിത്രമാണെങ്കിലും, യൂറോപ്യന്മാരുടെ ചരിത്രമാണെങ്കിലും, അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തിയുടെ ചരിത്രമാണെങ്കിലും എല്ലാം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയവരാണല്ലോ ഇവരെല്ലാം, അല്ലേ? അങ്ങനെ തന്നെയാണോ? നിങ്ങളിപ്പോ നമ്മൾ ഒരുപാട് ഗ്രൂപ്പുകളിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. നിങ്ങളിപ്പോ ചെറുതായിട്ടൊന്ന് മാറ്റം വന്നു എനിക്ക് തോന്നുന്നു. ദൈവവിശ്വാസിയാണെന്നാ ഇപ്പോൾ പറയുന്നത്. ഓക്കെ, നിങ്ങൾ അംഗീകരിക്കുന്നു, അതിനിപ്പോ എതിർക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. നല്ല കാര്യം. യുക്തി കുറെ കാലം നീ യുക്തി നിരീശ്വരവാദിയായിരുന്നു. പല ഗ്രൂപ്പിലും നീയും ഞാനും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നീ വിശ്വാസിയായ കഥ ഞാൻ അറിയില്ല. ഇപ്പോ എന്തോ എനിക്കറിയില്ല, നീ വിശ്വാസിയാണെന്ന് നീ പറയുന്നു. എന്റെ വാപ്പയാണ് യുക്തിവാദി എന്ന് നീ പറയുന്നു, അല്ലെ നിരീശ്വരവാദി എന്ന് പറയുന്നു. രണ്ടും നിനക്ക് അറിയുന്നത് കൊണ്ട് ഞാൻ നിന്റെ വോയിസിനുള്ള മറുപടിയാണ് തന്നത്. എന്താണ് അബു സാഹിബ് എന്ന് വോയിസ് ഒന്ന് ഷോർട്ടാക്കിയിട്ടൂടെ? 2-3 ഷോർട്ടാക്കിയിട്ടൂടെ? തീർന്നില്ല കേട്ടിട്ട്. സിഖുകാർക്ക് വലിയ, നിങ്ങൾ പറയുന്ന ദൈവം എല്ലാവരുടെയും ദൈവമാണല്ലോ. നിങ്ങൾക്ക് മാത്രമായിട്ട് എന്ത് ദൈവമാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ പറയുന്ന ദൈവം, അതിൽ വേറെയും കുറെ കാര്യങ്ങൾ. ദൈവം പരമ കാരുണ്യവാനാണ്, നീതിമാനാണ്, എല്ലാവർക്കും ഒരുപോലെ നീതി നടപ്പിലാക്കുന്നവനാണ്. കുറെ കാര്യങ്ങൾ, നൂറുകണക്കിന് കാര്യങ്ങൾ, ആയിരക്കണക്കിന് കാര്യങ്ങൾ ദൈവവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനും വർണ്ണിക്കാനുമുണ്ട്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാവരുടെ ദൈവമാണ്. നിങ്ങൾക്ക് മാത്രമായിട്ട് ഒരു ദൈവമില്ലല്ലോ, അല്ലെ? എല്ലാവരും വിശ്വസിക്കുന്ന ദൈവത്തെ തന്നെയാണല്ലോ നിങ്ങൾ വിശ്വസിക്കുന്നത്. അത് ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും. അതിനിപ്പോ ഏകദൈവ വിശ്വാസികളായ അബ്രഹാമിന്റെ പുത്രന്മാരാ എല്ലാവരും ഒരുപോലെ കണക്കൂട്ടി വിശ്വസിക്കുകയാണെങ്കിൽ ഏകദൈവ വിശ്വാസികൾ, ആ ദൈവം തന്നെയല്ലേ നിങ്ങളുടെ ദൈവവും, അല്ലെ? അതിന്റെ കൂടെ പിന്നെ നിങ്ങൾ യാചിക്കുന്ന സഞ്ചരിക്കുന്ന ദൈവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് എനിക്ക്, അവിടെയാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ ഓരോ വോയിസുകളും ശരിയിലേക്കും കടന്നു പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ അതിൽ കൂട്ടിയോജിപ്പിക്കുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വീണ്ടും ചോദിക്കുന്നു, എല്ലാവർക്കുമുള്ള ദൈവമല്ലേ നിങ്ങളുടെ ദൈവം? ആണോ അല്ലയോ? നിങ്ങൾ ഈ പറയുന്നതൊന്നും ദൈവങ്ങളല്ലല്ലോ.
ഈ പറയുന്നതും സമ്പത്ത് എങ്ങനെയാണ് ദൈവമാകുക? സമ്പത്തുള്ളവനും ദൈവത്തെ അന്വേഷിക്കുന്നവനും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നവനുമാണല്ലോ. അങ്ങനെ സമ്പത്തിനോട് പ്രാർത്ഥിച്ചാൽ പോരെ? സംഘടനയുള്ളവനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനാണ്, ദൈവത്തെ തിരയുന്നവനാണ്. സംഘടനയോട് പറഞ്ഞാൽ പോരെ? അല്ലെങ്കിൽ സംഘടനയോട് പ്രാർത്ഥിച്ചാൽ പോരെ? എന്തൊക്കെയാണ് ഈ പറയുന്നത്? ടോട്ടലി സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്. അല്ല, അവര് കോൺഗ്രസിന്റെ നിങ്ങൾ ഇപ്പോഴും ഒരു ദൈവ വിശ്വാസിയായിട്ടില്ല. നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ വോയിസ് പൂർണ്ണമായിട്ട് കേട്ടു. നിങ്ങൾ ഇപ്പോഴും ഒരു ദൈവ അന്വേഷകനാണ്. നിങ്ങൾ ഇപ്പോഴും ഒരു ദൈവവിശ്വാസിയല്ല. മനസ്സിലായോ? വിശദമായി നാളെ ബാക്കി നമുക്ക് സംസാരിക്കാം. ഓക്കെ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് വിശദമായ ചർച്ച, നമ്മൾ കുറേ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് പല ഗ്രൂപ്പുകളിലായി. വ്യക്തി നിരീശ്വരവാദ ഗ്രൂപ്പുകളിലും നിങ്ങളുമായി ഞാൻ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഓക്കെ? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ചർച്ച നടത്താൻ താല്പര്യമുണ്ട്. നമ്മൾ ഒരുപാട് വട്ടം ചർച്ച ചെയ്താണ്, നിങ്ങൾ നിർത്തിപ്പോയതാണ്, ലെഫ്റ്റ് അടിച്ച് പോയതാണ്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഓക്കെ? ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ദൈവത്തെ കണ്ടെത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ഒരു ദൈവ അന്വേഷകനാണ്. എന്താണ് ദൈവമെന്നോ എന്താണോ സൃഷ്ടാവെന്നോ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ചില വാക്കുകൾ, അതിൽ പല കാര്യങ്ങളും കടമെടുത്ത് എന്താണെന്ന് ആർക്കും മനസ്സിലാകാത്ത രൂപത്തിൽ സംസാരിക്കുകയാണ്. ഒരു വിശ്വാസി, ഒരു ദൈവവിശ്വാസി അല്ലെങ്കിൽ ദൈവത്തെ കണ്ടെത്തിയവൻ, അവൻ സംസാരിക്കുമ്പോൾ നമുക്ക് വേഗം മനസ്സിലാവും എന്താണ് പറയുന്നതെന്ന്. നിങ്ങളുടെ ഓരോ വോയിസ് മെസ്സേജുകളും അത് കേൾക്കുന്നവൻ തീർച്ചയായും മനസ്സിലാക്കുക, നിങ്ങളൊരു ദൈവ വിശ്വാസി ആയിട്ടില്ല, പൂർണ്ണമായിട്ടില്ല. മുസ്ലിങ്ങൾക്ക് ഏത് ദൈവമാണെന്നും ഏത് ദൈവത്തെയാണ് ആരാധിക്കുന്നതെന്നും അറിയാത്ത ഒരു മരപ്പൊട്ടനാണോ നിങ്ങൾ? ഒരു മുസ്ലിമിനോടാണോ നിങ്ങൾ ചോദിക്കുന്നത്? മുസ്ലിങ്ങളെല്ലാം ഏകദൈവ വിശ്വാസികളാണ്. അത് ഈ ലോകത്തെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മുസ്ലിങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാം. അത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു മുസ്ലിമിനോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ പോലും അത് നിങ്ങൾക്ക് എന്തോ ഒരു വിഷയമുണ്ട് എന്ന് തന്നെയാണ് കണക്കൂട്ടേണ്ടത്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്തിനാണ് ഞാനൊരു ദൈവവിശ്വാസിയാണ്, ഈശ്വര വിശ്വാസിയാണ്, എന്നാൽ നിങ്ങൾ എന്നോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ദൈവം എവിടെയാണ്, എന്താണ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ നിങ്ങളൊരു ദൈവവിശ്വാസിയാണ്, ഈശ്വര വിശ്വാസിയാണ്, നിങ്ങളുടെ ദൈവം എന്താണ് ചെയ്യുന്നത് എന്ന് കൂടി അതിൽ വെളിപ്പെടുത്തിയാൽ മതിയല്ലോ. എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ എന്താ ചെയ്യുന്നത് നിങ്ങൾക്കറിയോ? നടന്നു കളിക്കുകയാണോ, ഉറങ്ങുകയാണോ, ഇരിക്കുകയാണോ, എന്താണ് നിങ്ങളെ മനസ്സിൽ കാണുന്നത്? അപ്പോ ദൈവത്തെ എനിക്ക് കാണാൻ പറ്റുമോ? എന്നോട് നിങ്ങൾ ചോദിച്ചല്ലോ നിങ്ങളുടെ ദൈവം എന്താണ് ചെയ്യുന്നത്, എവിടെയാണ്, ഇപ്പൊ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലോ നിങ്ങൾ ചോദിച്ചത്. അപ്പൊ എനിക്ക് ഇതിന് വേറെ രീതിയിലുള്ള മറുപടിയാണ് തരേണ്ടത്. മനസ്സിലായോ? നിങ്ങൾ പരിഹസിക്കുന്നതല്ലേ. നിങ്ങൾ നേരത്തെ വാപ്പാക്ക് വിളിച്ചപ്പോഴും ഞാനത് ആ രീതിയിൽ അത് കണ്ടത്, എനിക്ക് കണ്ട രീതിയിൽ എങ്ങനെയാണ് യുക്തി നിരീശ്വരവാദികളെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായി അറിയാം. ആ രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്, നിങ്ങളെയും കൈകാര്യം ചെയ്തിട്ടുണ്ട്. വേണ്ട രീതിയിൽ ഞാൻ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. പലവട്ടങ്ങൾ ലെഫ്റ്റ് അടിച്ച് പോയിട്ടുണ്ട്, പലവട്ടം നിങ്ങളെ റിമൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കില്ല. എന്നോട് ചോദിക്കും, നിങ്ങൾ തന്നെ പറയുന്നു ദൈവത്തെ കാണാൻ സാധിക്കില്ല, എവിടെയാണെന്ന് അറിയാൻ സാധിക്കില്ല. എന്നോട് ചോദിക്കുന്നു നിന്റെ ദൈവം എവിടെയാണ്, എന്താണ് ചെയ്യുന്നത്, എവിടെയാണ് ഇരിക്കുന്നത് എന്ന്. അപ്പൊ നിന്റെ ദൈവം എവിടെയാണ് ഇരിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞതിന് ശേഷമല്ലേ എന്നോടത് പറയേണ്ടത്? നീ മുഴുവൻ പ്രപഞ്ചത്തെക്കുറിച്ചും പഠിച്ച ആളാണല്ലോ. ഒരു മുസ്ലിമായ ഒരു മനുഷ്യന് ദൈവത്തെക്കുറിച്ച് നീ എന്നോട് ചോദിക്കേണ്ടല്ലോ. നിനക്ക് വേണമെങ്കിൽ, ഞാനൊരു മുസ്ലിമാണ്, നിനക്ക് വേണമെങ്കിൽ പഠിക്കാമല്ലോ. മുസ്ലിങ്ങൾക്ക് ഏകസ്വരമാണ് ദൈവത്തെക്കുറിച്ച്. നിനക്കാണല്ലോ സംശയങ്ങളുള്ളത്. നിന്റെ കാര്യങ്ങൾ തന്നെ വ്യക്തമായി നിനക്ക് മനസ്സിലാകാതെയാണ് സംസാരിക്കുക. എന്താണ് നീ സംസാരിക്കുന്നത് നിനക്കറിയില്ല. നീ എന്താ വിശ്വാസം പ്രഖ്യാപിപ്പിക്കുന്ന ആളോ?
ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, എനിക്ക് നിന്നെ നല്ല ഓർമ്മയുണ്ട്. നിന്നെക്കാളും വലിയ യുക്തി നിരീക്ഷകവാദികൾ ഓടിയിട്ടുണ്ട് ഏട്ടാ. ഈ ഗ്രൂപ്പിൽ നിന്നെ ആരാ ആഡ് ചെയ്തെന്നുണ്ട് എനിക്കറിയില്ല. നീയും ഓടിയിട്ടുണ്ട് പല ഗ്രൂപ്പിൽ നിന്നും. അപ്പോൾ ഇൻഷാ അല്ലാ നാളെ ബാക്കി നമുക്ക് നോക്കാം. മനസ്സിലായോ? നീയൊരു മനുഷ്യനാണോ, മൃഗമാണോ, ദൈവവിശ്വാസിയാണോ, കാഫിറാണോ, അതല്ല മുസ്ലിമാണോ, ക്രിസ്ത്യാനിയാണോ, ഹിന്ദു ആണോ എന്ന് എനിക്കറിയാൻ പറ്റൂല. മനസ്സിലായോ? അങ്ങനെയുള്ള നിനക്ക് ഞാൻ എന്തിനാ മറുപടി തരുന്നത്? നിനക്കെന്നെ സ്ഥിരതയില്ല, പിന്നെ ഞാൻ മറുപടി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നീ കുറെ കാലമായില്ലേ ഈ തരീറായിട്ട് നടക്കുന്നത്, ഒന്ന് നന്നായി കൂടെ എനിക്ക്. എന്നിട്ട് നീ പറയാ നിന്നെ അറിയില്ല, എന്നെ അറിയില്ല. നിന്റെ ഈ എന്ത് കൊത്തു, അതും ഈ തലയും അറിയാത്തവരായി ആരുമില്ല. നീ പല ഗ്രൂപ്പുകളിൽ കയറിയിട്ട് നിന്റെ നിരീശ്വര യുക്തിക്ക് നിരക്കാത്ത പല കാര്യങ്ങളും പറഞ്ഞ ആളുകൾ കൺഫ്യൂഷൻ ആക്കാറുണ്ട്. അവിടെയൊക്കെ നിന്നെ നേരിട്ടിട്ടുണ്ട്, നീ ഓടിയിട്ടുമുണ്ട്. അതിലൊന്നും നിനക്ക് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുകയും എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാണല്ലോ. നിനക്കറിയാലോ ദൈവത്തെക്കുറിച്ച്. പിന്നെ ദൈവത്തെക്കുറിച്ച് നിനക്ക് സംശയങ്ങൾ ഉണ്ടാകാൻ പാടില്ലല്ലോ. സംശയങ്ങൾ ഉണ്ടാവുക എന്നത് തന്നെ നിനക്ക് സ്ഥിരതയില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? ദൈവത്തെ കണ്ടെത്തിയവൻ എല്ലാവർക്കും ഒരേ സ്വരത്തിൽ ഒരു ദൈവമാണ്. ആ ദൈവത്തെ കണ്ടെത്തി എന്നാണ് നീ പറയുന്നത്. അതിനുശേഷം നീ പറയുന്ന വാക്കുകളൊക്കെ എടുത്ത് നീ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്ക്. നിനക്ക് തീർച്ചയായും പൊതുശല്യമാണല്ലോ. നീ നിന്റെ വീട്ടിലോ നിന്റെ റൂമിൽ ഇരുന്നല്ലല്ലോ നീ സംസാരിക്കുന്നത്, പൊതു ഗ്രൂപ്പിലാണല്ലോ സംസാരിക്കുന്നത്. എന്നായില്ലെങ്കിൽ പ്രശ്നം തന്നെയല്ലേ? നീ ആളുകളെ കൺഫ്യൂഷൻ ആക്കുന്നത് പ്രശ്നം തന്നെയാണ്. നീ ദൈവത്തെ കണ്ടെത്തുകയും ദൈവത്തെ കണ്ടെത്തിയെന്നും ഈശ്വര വിശ്വാസിയാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ പരിഹസിക്കുകയും ചെയ്യുന്നത് ശരിയല്ലല്ലോ. മനസ്സിലായോ? പൊതുശല്യമായി മാറുമ്പോൾ അതിന് വേറെ അർത്ഥം ഉണ്ടല്ലോ. നീ നിന്റെ വീട്ടിലോ എനിക്ക് എല്ലാ കാര്യം അറിയില്ല. എന്നെ തന്നെ എനിക്കറിയില്ല. ഞാൻ ഇന്നലെ രാത്രി അങ്ങോട്ട് പോയി എന്നറിയില്ല. എവിടെയൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. ഇപ്പം ഞാനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ, ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ഞാനുണ്ട്. ഈ കാഴ്ചയെ സൃഷ്ടിക്കുന്നുണ്ട് ദൈവം, ഞാനാണ് കാണുന്നത്. ഇത് കാണാൻ വേണ്ടി കണ്ണട വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കാഴ്ച കുറഞ്ഞു വയസ്സായല്ലോ. ഇപ്പോൾ കണ്ണടയുടെ സഹായത്താലാണ് ചെറിയ ചെറിയ കാഴ്ചകൾ കാണുന്നത്. ഈ കാഴ്ചയെ ഉണ്ടാക്കാൻ എനിക്ക് പറ്റില്ല, ഞാനാണ് കാണുന്നത്. ഈ മുഖത്തെ ഞാനല്ല ഉണ്ടാക്കിയത്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. എന്നെ സൃഷ്ടിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എന്നെ ഇങ്ങനെ ആക്കുന്നത്. എന്നെ ഓരോ നിമിഷവും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സൃഷ്ടിപ്പ് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഈ സംസാരിക്കുന്നത് ഞാനാണ്. ഈ ശബ്ദം ഉണ്ടാക്കുന്നത് എൻ്റെ ഉള്ളിൽ നിന്നാണ്. ഇതാരാ ഉണ്ടാക്കുന്നത്? ദൈവമാണ് ഉണ്ടാക്കുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തിയാണത്. മനസ്സിലായില്ലേ? ആ ദൈവം എൻ്റെ ഉള്ളിലാണോ? അല്ല. ഈ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിലാണോ? അല്ല. ദൈവം എവിടെയാണോ അവിടെയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് എന്നിൽ നടക്കുന്നത്. അതാണ് എൻ്റെ ബോധ്യം, അതെൻ്റെ ആരാധനയാണ്. ആ ദൈവം മഹാനാണ്, മറ്റാരും മഹാനല്ല. എൻ്റെ കാഴ്ചയോ എൻ്റെ കേൾവിയോ എൻ്റെ രുചിയോ എൻ്റെ മണമോ എൻ്റെ സ്പർശനമോ എൻ്റെ ശരീരമോ ഒന്നും മഹത്വമില്ല, എല്ലാം നശിച്ചു പോകും. എന്നെ ഞാനാക്കുന്ന ദൈവം, ആ ദൈവം മാത്രമേ മഹാനുള്ളൂ. ഒരു സംഘവും ഒരു സംഘടനയോ ഒന്നും മഹത്വമില്ല. അതെൻ്റെ ദൈവവിശ്വാസമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിലാണോ ദൈവം? അല്ല. പ്രപഞ്ചത്തിൻ്റെ എല്ലാം അപ്പുറത്ത് ദൈവം അത്യുന്നതനാണ്. എന്നെ ഈ ഗ്രൂപ്പിൽ ആരോ ആഡ് ചെയ്താണ്. ഞാനൊരു ദൈവവിശ്വാസിയാണ്, നിരീശ്വരവാദിയല്ല. ഒരാളെ ദൈവവിശ്വാസിയെ നിരീശ്വരവാദി എന്ന് വിളിച്ചെന്നാൽ അതിലും വലിയ അപരാധന്മാരാണ്. ഇപ്പോൾ മോഡിജി, ഇന്ത്യയുടെ ഭരണകർത്താവായ മോഡിജി ദൈവവിശ്വാസിയാണ്. രമേശ് ചെന്നിത്തല ദൈവവിശ്വാസിയാണ്, ഞാനും ദൈവവിശ്വാസിയാണ്. ഓരോരുത്തർക്കും ഓരോരോ വിശ്വാസമാണ്. പക്ഷെ എൻ്റെ വിശ്വാസം ഇങ്ങനെയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിലല്ല ദൈവം, പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്താണ്. ദൈവം എവിടെയാണോ അവിടെയാണ്. ദൈവം എവിടെയാണോ അവിടെ നിന്നാണ് എന്നെ സൃഷ്ടിക്കുന്നത്. തീട്ടത്തിൻ്റെ ഉള്ളിലോ എൻ്റെ ഉള്ളിലോ ഈ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിലൊന്നുമല്ല. ഒരു ഖരദ്രാവക വാതക പദാർത്ഥത്തിൻ്റെ ഉള്ളിലല്ല. ഈ ഖരദ്രാവക വാതക പദാർത്ഥങ്ങളെല്ലാം ക്രോഡീകരിച്ച് അഗ്നിയും വെള്ളവും വായുവും ഒക്കെ സമ്മിശ്രമായിട്ട് എന്നെ സൃഷ്ടിക്കുന്ന കർത്താവായ ദൈവം ആണ് എന്നെ ഓരോ നിമിഷവും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൈവം മഹാനാണ്, മറ്റാരും മഹാനല്ല. അതെന്റെ വിശ്വാസം. അങ്ങനെയുള്ള ഒരു വിശ്വാസിനെ നീ നിരീശ്വരവാദി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ?
ഇപ്പൊ മോഡിജീനെ കയറി നിരീശ്വരവാദി എന്ന് വിളിച്ചാൽ ശരിയാവും? ശരിയാവില്ല, തെറ്റാണത്. ഒരാളെ നിരീശ്വരവാദി എന്ന് വിളിക്കാൻ പറ്റില്ല. നീ എന്നെ നിരീശ്വരവാദി എന്നാണ് വിളിച്ചത്, ഞാൻ നിരീശ്വരവാദിയല്ല. എൻ്റെ സത്യമായിട്ടുള്ള വിശ്വാസം ഞാൻ നിന്നോട് പറഞ്ഞു. നിനക്ക് എതിർക്കണമെങ്കിൽ എതിർക്കാം, അതിൽ നല്ലൊരു വിശ്വാസമാണ്, ആ വിശ്വാസം പറ. ഇതേപോലെ പറയാൻ പറ്റുമോ നിനക്ക്? വീഡിയോയിൽ പറ, ഞാൻ കേൾക്കാമല്ലോ. ഇതിൽ നല്ലൊരു വിശ്വാസമാണ്, ഞാൻ സ്വീകരിക്കും തീർച്ചയായിട്ടും, ഞാൻ എതിർക്കില്ല. നല്ലൊരു വിശ്വാസം പറ, നിന്റെ വിശ്വാസം പറ. എൻ്റെ വിശ്വാസം ഇങ്ങനെയാണ്. എൻ്റെ സഹോദര, നിങ്ങൾ ഏത് സംഘത്തിൽപ്പെട്ടാണെങ്കിലും ഏത് മൂർത്തിയാണെങ്കിലും നിങ്ങൾ ആരാധിച്ചു. നിങ്ങൾ വിഷ്ഡം എന്ന് പറയുന്ന മൂർത്തിയാണല്ലോ. പല പല സംഘത്തെ മനസ്സിൽ കുടിയിരുത്തി വിശിഷ്ട വിഗ്രഹമായിട്ട് ആരാധിച്ചു. അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി, അതിൽ നിന്നൊക്കെ പുറത്താക്കുമല്ലോ. ജമാഅത്ത് ഇസ്ലാമിൽ നിന്ന് പുറത്താക്കും, വിശുദ്ധത്തിൽ നിന്ന് പുറത്താക്കും, KNM-ൽ നിന്ന് പുറത്താക്കും, സമസ്തയിൽ നിന്ന് പുറത്താക്കും. എന്നെ ഈ ഭൂമിയിൽ നിന്ന് ആർക്ക് പുറത്താക്കാൻ പറ്റും? ഈ വ്യവസ്ഥയിൽ നിന്നും ഈ അവസ്ഥയിലാക്കുന്ന ദൈവത്തിന്റെ മുന്നിൽ നിന്ന് എന്നെ പുറത്താക്കാൻ പറ്റുമോ? നിങ്ങളുടെ സംഘടനയിൽ നിന്നൊക്കെ പുറത്താക്കും, നിങ്ങളുടെ പള്ളിയിൽ കയറ്റില്ലായിരിക്കും ചിലപ്പോൾ. ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ പുറത്താക്കാൻ പറ്റുമോ സഹോദര? നിങ്ങൾക്ക് എന്നെ പുറത്താക്കിയതുകൊണ്ട് നിങ്ങൾക്ക് നേട്ടമായിരിക്കും. നിങ്ങളുടെ സ്വർഗത്തിലേക്ക് ഞാൻ വരുന്നില്ല, നിങ്ങളുടെ സ്വർഗത്തിൽ ഞാൻ വരുന്നില്ല. മനസ്സിലായില്ലേ? എന്നെ സൃഷ്ടിക്കുന്ന കർത്താവായ ദൈവം എന്നെ ഇഷ്ടപ്പെട്ടാലേ എന്നെ പർദീസയിലാക്കും. അത് മതി. നിങ്ങളുടെ ഇഷ്ടത്തിനല്ലല്ലോ ഞാനിവിടെ ഉള്ളത്, എൻ്റെ ഇഷ്ടത്തിനല്ല ഞാനിവിടെ ഉള്ളത്. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഞാനിവിടെ നിലവിലുള്ളത്. ഇന്ന് ഞാനിവിടെ ഉള്ളത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ്. ദൈവമാണ് എന്നെ സ്നേഹിക്കുന്നത്, മറ്റാർക്കും എന്നെ സ്നേഹിക്കാൻ പറ്റില്ല. എൻ്റെ മാതാവിനോ പിതാവിനോ എൻ്റെ കുലത്തിനോ എൻ്റെ ഗോത്രത്തിനോ ഈ പ്രപഞ്ചത്തിൽ ആർക്കും എന്നെ സ്നേഹിക്കാൻ പറ്റില്ല. ഞാൻ ഒരു പാവം കൊതു കുസുമാൻ. അപ്പൊ നിങ്ങൾ എന്നെ എങ്ങനെയൊക്കെ ആക്രമിച്ചാൽ എനിക്ക് പ്രശ്നമില്ല, പ്രയാസമില്ല. എനിക്ക് പ്രയാസപ്പെടുന്നില്ല. അതെല്ലാം നിസ്സാരമല്ല. ഈ ഭൂമി എന്ന് പറയുന്ന ജീവിതം നിസ്സാരമാണ്. അതിലൊന്നും ഞാൻ കഷ്ടപ്പെടുന്നില്ല, ബുദ്ധിമുട്ടില്ല എനിക്ക്. നിങ്ങൾ എന്ത് ചെയ്താലും.